ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ. സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ പുതിയ തലത്തിലേക്കുയരുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. PSCയുടെ പൊതു പ്രാഥമിക പരീക്ഷയുടെ ആദ്യഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. പരീക്ഷ കോവിഡ് മാനദണ്ഡം പാലിച്ച്. ആഴക്കടൽ മത്സ്യബന്ധനം സർക്കാർ സ്വകാര്യ കമ്പനിക്ക് തീറെഴുതിയെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ്. ആരോപണം തള്ളി മന്ത്രിമാർ. പൊതുമേഖലാ സ്ഥാപനമായ ഓട്ടോകാസ്റ്റിന്റെ വ്യാവസായിക അവശിഷ്ടമായ മണൽ ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കാൻ ധാരണയായി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ പ്രവർത്തനമാരംഭിച്ചു. തിരുവനന്തപുരത്ത് മംഗലപുരത്തുള്ള ടെക്നോസിറ്റിയിലെ 10 ഏക്കറിലാണ് ഡിജിറ്റൽ സർവകലാശാലയുടെ ആസ്ഥാനം. ഒന്നാം ഘട്ടമായി അക്കാദമിക് ബ്ലോക്കിന്റെയും ഹോസ്റ്റൽ ബ്ലോക്കിന്റെയും പണി പൂർത്തിയായി. മൊത്തം സംവിധാനങ്ങൾ പൂർത്തിയാവുമ്പോൾ 1200 പേർക്ക് ക്യാമ്പസിൽ താമസിച്ച് പഠിക്കാനാകും. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി എന്ന പേരിലുള്ള കേരള ഡിജിറ്റൽ സർവകലാശാല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ കേരളത്തിന്റെ നേട്ടങ്ങൾ പുതിയ തലത്തിലേക്കുയർത്തുവാൻ സർവകലാശാലയ്ക്കാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായി. ഡിജിറ്റൽ സാങ്കേതിക രംഗത്തെ അത്യാധുനിക മേഖലകളിൽ പ്രാഗൽഭ്യമുള്ളവരെ വാർത്തെടുക്കാൻ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കഴിയട്ടെയെന്ന് മുഖ്യമന്ത്രി പ്രത്യാശിച്ചു. ഡിജിറ്റൽ രംഗത്തെ ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനാവും വിധം സ്കൂൾ ഓഫ് ഡിജിറ്റൽ സയൻസസ്, സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സ്കൂൾ ഓഫ് ഇലക്ട്രോണിക് സിസ്റ്റംസ് ആൻഡ് ഓട്ടോമേഷൻ, സ്കൂൾ ഓഫ് ഇൻഫർമാറ്റിക്സ്, സ്കൂൾ ഓഫ് ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് ലിബറൽ ആർട്സ്, ഇങ്ങനെയാണ് 5 വിഭാഗങ്ങൾ. ഇന്ത്യയിലെ തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്കുള്ള ആദ്യത്തെ സർവകലാശാല എന്ന സ്ഥാനവും ഈ സർവകലാശാലയ്ക്കാണ് ലഭിക്കുന്നത്. PSCയുടെ പൊതു പ്രാഥമിക പരീക്ഷയുടെ ആദ്യഘട്ടത്തിന് ഇന്ന് തുടക്കം. SSLC അടിസ്ഥാന യോഗ്യതയുള്ള പരീക്ഷ എഴുതുന്നതിന് 17 ലക്ഷം ഉദ്യോഗാർത്ഥികൾ. ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകിട്ട് 3:15 വരെയാണ് പരീക്ഷ. 14 ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് പരീക്ഷ. ഈ മാസം 25, അടുത്ത മാസം 6, 13 തീയതികളിലും പരീക്ഷ നടക്കും. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് മുതൽ 163 തസ്തികയിലേക്കുള്ള നിയമനം ഈ പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും. 23 ലക്ഷം പേർ അപേക്ഷിച്ചതിൽ കൺഫർമേഷൻ നൽകിയ 17 ലക്ഷം പേർക്കാണ് PSC അഡ്മിഷൻ ടിക്കറ്റുകൾ അനുവദിച്ചത്. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്കായി 2ാം ഘട്ട പരീക്ഷ നടത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കും. 2ാം ഘട്ട പരീക്ഷ തസ്തികയുടെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും. പുതിയ ബറ്റാലിയനിലേക്കുള്ള സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് ഇതുവരെ 4.5 ലക്ഷം പേർ അപേക്ഷിച്ചിട്ടുണ്ട്. പരീക്ഷ ഏപ്രിലിൽ നടക്കുമെന്ന് PSC അറിയിച്ചു. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് EMCC എന്ന കമ്പനിയുമായി സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതിൽ വൻ അഴിമതിയുണ്ടെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കമ്പനി പ്രതിനിധികൾ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയുമായി ചർച്ച നടത്തുന്നതിന്റെ ചിത്രങ്ങൾ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. ആഴക്കടൽ മത്സ്യബന്ധന കരാർ വിവാദം സർക്കാരിനെതിരായ ഗൂഢാലോചനയെന്ന് മന്ത്രി EP ജയരാജൻ. സർക്കാർ ഒരു കരാറിലും ധാരണാപത്രത്തിലും ഒപ്പിട്ടിട്ടില്ലെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു. നിജസ്ഥിതി മനസ്സിലാക്കി പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയുമെന്ന് കരുതുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ആശങ്കയും മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടതില്ല. ഈ ഗവൺമെന്റാണ് ഈ നയം തയ്യാറാക്കി ക്യാബിനറ്റ് അംഗീകരിച്ച് നിയമസഭയിൽ വെച്ചിട്ടുള്ളത്. ആ നയത്തിൽ മാറ്റം വരുത്താൻ ഒരു കാരണവശാലും ഗവൺമെന്റിന് ആ മാറ്റം വരുത്തി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശുദ്ധമായ കളവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കള്ളത്തരം പറഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ തെറ്റിദ്ധരിപ്പിക്കാമോ എന്ന അജണ്ടയുടെ റിഹേഴ്സലാണ് ഇവിടെ രമേശ് ചെന്നിത്തല 2 ദിവസമായി നടത്തിയത്. ആരോപണ വിധേയമായ കമ്പനിയുമായി ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഫിഷറീസ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ കോഴിക്കോട് പറഞ്ഞു. ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ മാർച്ച്. കൊല്ലത്ത് KSU പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. കൊച്ചിയിലും പത്തനംതിട്ടയിലും പ്രതിപക്ഷ യുവജന സംഘടനകളുടെ മാർച്ച് അക്രമാസക്തമായി. പത്തനംതിട്ടയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറുടെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം പുരോഗമിക്കുന്നു. കവരത്തി ദ്വീപിൽ ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ ആസ്ഥാന മന്ദിരമായ അടൽ പര്യാവരൺ ഭവൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നാടിന് സമർപ്പിച്ചു. ലക്ഷദ്വീപിന്റെ പ്രകൃതി സുരക്ഷയും സൌന്ദര്യവും നിലനിർത്തിക്കൊണ്ട് 3 ദ്വീപുകളിൽ നിതി ആയോഗ് പദ്ധതിയുടെ കീഴിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള ടൂറിസം പദ്ധതികൾക്ക് പാരിസ്ഥിതിക അനുമതികൾ നൽകിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇതിലൂടെ ലക്ഷദ്വീപ് ഉയർന്ന സാമ്പത്തിക വളർച്ചയും കൂടുതൽ തൊഴിൽ അവസരങ്ങളും കൈവരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് സുഹേലി, ബംഗാരം എന്നീ ദ്വീപുകളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. പൊതുമേഖലാ സ്ഥാപനം ഓട്ടോകാസ്റ്റിന്റെ വ്യാവസായിക അവശിഷ്ടമായ മണൽ ഉപയോഗിച്ച് ഇഷ്ടികകൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ സ്ഥാപനം CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ധാരണയായി. മന്ത്രി EP ജയരാജന്റെ സാന്നിധ്യത്തിൽ ഇരു കമ്പനികളും ധാരണാപത്രം കൈമാറി. ഓട്ടോകാസ്റ്റിൽ നിലവിൽ 21,600 ടൺ മണലാണ് സംഭരിച്ചിട്ടുള്ളത്. ഇതുപയോഗിച്ച് 3 കിലോ ഭാരമുള്ള 72 ലക്ഷം ഇഷ്ടിക നിർമ്മിക്കാനാകും. ആദ്യഘട്ടത്തിൽ 4000 ഇഷ്ടികകൾ ദിവസേന നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഒരു രഹസ്യ ചർച്ചയും താൻ നടത്തിയിട്ടില്ലെന്നും മാണി സി കാപ്പനെ മന്ത്രിയാക്കണമെന്ന് NCP ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ. NCPയെ UDFനൊപ്പം എത്തിക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതിനു ശേഷമാണ് കാപ്പൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. LDFന്റെ വികസന മുന്നേറ്റ ജാഥ സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. CPI നേതാവ് ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ കോട്ടയം പര്യടനം പൂർത്തിയാക്കി ഇന്ന് ആലപ്പുഴയിൽ പ്രവേശിച്ചു. LDF കൺവീനർ A വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കോഴിക്കോട് പര്യടനം പൂർത്തിയാക്കി ഇന്ന് മലപ്പുറത്തെത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നയിക്കുന്ന വിജയ് യാത്രയ്ക്ക് നാളെ കാസർഗോട്ട് തുടക്കമാകും. നാളെ വൈകിട്ട് 3 മണിക്ക് തളിപ്പടപ്പ് മൈതാനിയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യാത്ര ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന UDF ഐശ്വര്യ കേരള യാത്ര തിരുവനന്തപുരത്തെത്തി. 23-ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് യാത്രയുടെ സമാപനം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര സാമൂഹ്യനീതി ദിനം. 2007 മുതലാണ് ഫെബ്രുവരി 20 അന്താരാഷ്ട്ര സാമൂഹ്യ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും സമാധാനം നിലനിർത്താനും അസമത്വങ്ങൾക്കെതിരെ പോരാടാനുമാണ് സാമൂഹ്യനീതി ദിനാചരണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. 10 ലക്ഷം കുട്ടികൾക്ക് ലാപ്ടോപ്പ് ലഭ്യമാക്കാനുള്ള വിദ്യാശ്രീ പദ്ധതിയിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇനിയും അംഗമാകാം. 75% മുതൽ 25% വരെ സബ്സിഡിയായി ലഭിക്കും. ബാക്കി തുക 3 വർഷം കൊണ്ട് KSFE ചിട്ടി വഴി അടച്ചു തീർത്താൽ മതിയാകും. 500 രൂപ വീതം 30 മാസത്തവണകളായി അടയ്ക്കുന്ന KSFEയുടെ വിദ്യാശ്രീ ചിട്ടിയിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് ചേരാം. സമഗ്ര പാലിയേറ്റീവ് വയോജന പരിചരണ പദ്ധതിയായ അരികെ സംസ്ഥാനത്ത് തുടക്കമായി. വയോജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച 16 പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അരികെ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി KK ശൈലജ അറിയിച്ചു. പരമ്പരാഗത ഗോത്രവർഗ അനുഷ്ഠാന കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഉത്സവം 2021 നാടൻ കലാമേളയ്ക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്തൊട്ടാകെയുള്ള 30 വേദികളിലായി അരങ്ങേറുന്ന ഉത്സവത്തിന്റെ 13ാം പതിപ്പ് 7 ദിവസം നീണ്ടുനിൽക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിൽ. സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ പുതിയ തലത്തിലേക്കുയരുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. PSCയുടെ പൊതു പ്രാഥമിക പരീക്ഷയുടെ ആദ്യഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. പരീക്ഷ കോവിഡ് മാനദണ്ഡം പാലിച്ച്. ആഴക്കടൽ മത്സ്യബന്ധനം സർക്കാർ സ്വകാര്യ കമ്പനിക്ക് തീരെഴുതിയെന്ന് ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ്. ആരോപണം തള്ളി മന്ത്രിമാർ. പൊതുമേഖലാ സ്ഥാപനമായ ഓട്ടോകാസ്റ്റിന്റെ വ്യാവസായിക അവശിഷ്ടമായ മണൽ ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കാൻ ധാരണയായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.